ഹലോ എക്ക ഒരു ലിൻഡ് മേടിച്ചാലോ? എന്ത് പറയുന്നു? പക്ഷെ ഇതും കൊള്ളായിരുന്നു. ഇതിനെ കൂട്ടനെ സവാരിയായി ഞാൻ. അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയാ മാമിനൊരു ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നല്ല വെയിലുണ്ടെങ്കിലും ടെമ്പറേച്ചറിന് കുറവൊന്നുമില്ല. സോ നമ്മൾ ഇന്ന് ആക്ച്വലി ഇന്നിവിടെ കുറേ ദിവസത്തിന് ശേഷമാണ് ഇത്രയും നല്ലൊരു വെയിലുണ്ട്. സോ വീട്ടിൽ ഇരുന്ന് വെറുതെ നല്ലൊരു ദിവസം കളയേണ്ടെന്ന് രക്ഷ ഞങ്ങളിത് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ആൻഡ് ഞങ്ങളിപ്പോൾ പോകുന്നത്, നിങ്ങൾ വിചാരിക്കും സ്ഥിരം പൊണാർക്കയാണെന്ന്. അല്ല, ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ വേറൊരു സൈഡിൽ ഒരു കുട്ടി ഷോപ്പിംഗ് മോളുണ്ട്, സാക്കോപ്പിയാൻസ്ക പാർക്ക്, അങ്ങനെ എന്തോ അതിൻ്റെ പേര്. സോ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ. നല്ല വെയിലുണ്ടെങ്കിലും ചെറിയ കാറ്റുണ്ട്, അത് കാരണം എനിക്ക് സ്ട്രോളർ അങ്ങ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഇതിർക്കിട്ടേ. സോ നമ്മളിവിടെ നിന്ന് നടന്നാണ് ആക്ച്വലി പോകുന്നത്. ആക്ച്വലി ഇത് ഇതിരുവിൻ്റെ പാർക്കിൽ പോകുന്ന റൂട്ടാണ്. സോ ഇനി മിക്കവാറും പാർക്ക് കാണുമ്പോൾ ഇതിരുക്കുട്ടനെ ഇറങ്ങണമെന്ന് വാശി പിടിക്കുന്നതെന്തോ. അപ്പോൾ നമുക്കിത് ക്രോസ് ചെയ്തിട്ട് ബാക്കി വിശേഷം പറയാം. നമ്മുടെ ബിൽഡിങ്ങിന് ഫ്രണ്ടിൽ നിന്നുള്ള ഓട്ടം വൈബ്സൊക്കെ തീർന്നല്ലേ. ഒക്കെ പുറത്ത് വെയിലുണ്ടെങ്കിലും എനിക്ക് ഒന്ന് നല്ല തണുത്ത കാറ്റുണ്ട്. ശരിയാണ്, നല്ല രസമുണ്ട് ആ ഒരു ഫ്രെയിം. ബാക്കിൽ നിന്ന് സൈക്കിൾ വരണമെങ്കിൽ പറഞ്ഞു. ഇത് നമ്മുടെ ബിഗ സ്റ്റൈൽ. ഈ മരം ഓർമ്മയുണ്ട്, ഇവിടെ ലാസ്റ്റ് ടൈം എൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത് സ്നോ ഒക്കെ ഫുൾ വീണ് കവറായിട്ട് ഒന്ന് പറഞ്ഞപ്പോഴാണ്. ആക്ച്വലി ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വാർണിംഗ് വന്നിട്ടുണ്ട്, സ്നോഫോൾ തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്, അലേർട്ട് ഓൾറെഡി വീണു, സ്നോഫോൾ തുടങ്ങാറായിരുന്നു. ലാസ്റ്റ് ടൈം ഒരു 17th ശേഷമാണ് വീണത്. സോ മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് വീക്കോട് വീഴുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ സ്നോഫോൾ. 8 ആകുമ്പോൾ 11th ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. അന്ന് ഇവിടുത്തെ മിക്ക ബിൽഡിങ്ങിൻ്റെ ഇങ്ങനെ ഫ്ലാഗ് എല്ലാവരും അലങ്കരിച്ച്, നമ്മുടെ നാട്ടിലെ ഇൻഡിപെൻഡൻസ് ഡേക്ക് പലരും ഒക്കെ ചെയ്യുന്നു അല്ലേ തന്നെ. ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ പോയില്ല. അന്ന് നല്ല തണുപ്പായിരുന്നു ആക്ച്വലി. ആ വെയിലുണ്ടെങ്കിലും തണുപ്പൊക്കെ ഉണ്ട്. മുഖത്ത് ആ വെയിൽ എന്തൊരു ഭംഗിയായിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ കൈ പുറത്തിടുമ്പോൾ കൈയൊക്കെ തണുക്കുന്നുണ്ട്. സോ നമുക്കവിടെ എത്തിയിട്ട് ഇനി കാണാം. ഈ അടുത്താണ് ക്രാക്കോയിൽ ബസ്സുകളുടെ കളറും പുതിയ ബസ്സുകൾ അവർ ഇറക്കിയെന്ന് തോന്നിട്ട്. റൂട്ടിലെ ബസ്സുകളൊക്കെ മാറി. ഒരു ബസ് ഇപ്പോൾ പോയി, ക്യാപ്ചർ ആയോ എന്തോ. ഇല്ല, തോടാണിത്, തോടിൻ്റെ വേറൊരു സൈഡ്. എന്താ നല്ല തിരക്കല്ലേ ഇന്ന്, ഭയങ്കര ട്രാഫിക്. ശരിയാണ്, സെയിം സാറ്റർഡേ, നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ദിവസം. സോ ഇവിടെയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ആക്ച്വലി ഞാൻ പറഞ്ഞ പേരിൽ ചെറിയൊരു മാറ്റമുണ്ട്. പാർക്ക് ഹാൻലോവി സാക്കോപ്പിയാൻസ്ക ആയിരിക്കണം. സോ ഇവിടെയാണ് നമ്മൾ വന്നത്. നമുക്കിനകത്ത് കയറി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതോ അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, അവിടെ ഡെക്കാത്ലോൺ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഓഷന് പകരം കാൽഫോറുണ്ട്. പിന്നെ കുറേ ഫുഡ് ഔട്ട്ലെറ്റ്, ഷോപ്സ്, ഇൻസെ, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇവിടെ വന്ന്. അത് JYSK എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമെന്തോ, ഇസ്കോ. ഓക്കെ, അങ്ങനെയായിരുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അതൊരു അടിപൊളി മറ്റേ ഫർണിച്ചർ ഷോപ്പാണല്ലേ, എല്ലാം ഉണ്ട്. നമ്മളൊക്കെ പോയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഒന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പോവാം. ഞാൻ കണ്ട് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇവിടെ കുറേ ഗിഫ്റ്റ് ഓപ്ഷൻസ്. ക്രിസ്മസ് അല്ല, ആക്ച്വലി താങ്ക്സ് ഗിവിംഗ് ആണ് അതിന് മുന്നേ. സോ നമുക്ക് പക്ഷെ ഇവിടെ ആഘോഷിക്കും. ഇത് നമ്മുടെ സെഫോറയൊക്കെ പോലത്തെ ഒരു കടയാണ്, മേക്കപ്പ്. ഭയങ്കരമായിട്ട് നല്ല ലക്ഷറി ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ അത് മാത്രമല്ല, ബ്ലാക്ക് ഫ്രൈഡേ സെയിലും എല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ. നമുക്ക് ആദ്യം എവിടെ പോവാം? മൊഹിത്തോ അല്ല, എങ്ങനെയാണോ അത് കറക്റ്റ് പ്രൊനൗൺസിയേഷനല്ലേ, അതിന് വേറെ വല്ല പ്രൊനൗൺസിയേഷൻ ആയിരിക്കുന്നത്. പക്ഷെ നമുക്കാദ്യം കാലിഫോർണിൻ്റെ അകത്ത് പോകാം, എന്നിട്ട് വേറെ ഏതെങ്കിലും ഷോപ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എക്ക ഒരു ലിൻഡ് മേടിച്ചാലോ? എന്ത് പറയുന്നു? ഞാൻ ചുമ്മാ എൻ്റെ അടുത്ത് കയറിയിട്ട് വരാം. 34 സ്ലോട്ടിയാണ് ഈ ചെറിയൊരു ബോക്സിൻ്റെ വില. എന്നെ മറന്നുപോയി അവർ രണ്ടുപേരും.
ഈ ഒരു സെക്ഷനിൽ എന്നെയും കാത്തിക്ക് നിന്നാൽ ഇക്കൊക്കെ നല്ല ചിലവായിരിക്കും അല്ലേ ഇക്ക? ഇല്ല, ഇത് ആക്ച്വലി ഗിഫ്റ്റ് ബോക്സ് ആണ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം മേടിച്ചത് ഇതും 3ൻ്റെ ആയിരുന്നു. പക്ഷെ അത് നല്ല വമ്പൻ ലാഭമായിരുന്നു അല്ലേ? 20 സ്ലോട്ട് തന്നെ. എന്തെങ്കിലും ചേഞ്ച് ആണ് ഇക്ക? മറ്റേ വെറൈറ്റിക്ക് ഇത് 37 താഴെ ഉണ്ട്. എല്ലായിടത്തും ഇത് പ്രമാണിച്ച് നല്ലൊരു പാക്കിംഗ്. അത് ഇത് ഡിയോഡ്രൻറ്റും ഷവർ ജെല്ലും ആണെന്ന് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ടാണ്. പക്ഷെ നല്ല രസമുണ്ട്. ഇത് ഫുൾ ക്രിസ്മസിനാണ് കേട്ടോ. ശരിയാണ്, എന്തൊരു ഭംഗിയല്ലേ ക്രിസ്മസ് റിലേറ്റ്. ക്രിസ്മസിന് ഇനി 1 മാസമുണ്ട്. അത് നോക്കാം, നമുക്ക് അങ്ങോട്ട് ചുമ്മാ നടന്നിട്ട് വരാം. അവിടെ 54 റുപ്പീസ്. എന്തൊക്കെയാണുള്ളത്? 250 ml. ആക്ച്വലി ഇത് ഫുൾ ഗിഫ്റ്റ് ബോക്സിൻ്റെ സെറ്റാണ് കേട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങളുടെയും എല്ലാ ബ്രാൻഡിൻ്റെയും ഉണ്ട്. അതായത് ഗിഫ്റ്റ് ബോക്സ് പോലെ കൊടുക്കാൻ പറ്റുന്നത്. ആ ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ക്രിസ്മസ് ഡെക്കറേഷൻ, ക്രിസ്മസ് ട്രീ, സാന്റാക്ലോസ്. അതിനൊരു കംപ്ലീറ്റ് ഡിസ്പ്ലേ. ഇച്ചിരി ഭംഗിയായിരുന്നു അവിടെ കാണാൻ. സാന്റാക്ലോസിനെ കണ്ടിട്ട് ഇവരുടെ എക്സ്പ്രഷൻ നോക്ക്. ഹായ് സാന്റാക്ലോസ്. ഇവിടെ ഇറക്കിയാൽ ശരിയാവല്ലോ. ഇത് നമ്മളുടെ വണ്ടിയിലൊക്കെ ഇടുന്ന സാധനമല്ലേ? ഇത് വണ്ടിയിലൊക്കെ അല്ലേ ഇവിടെ ക്രിസ്മസ് ട്രീ ആഘോഷിക്കുന്ന സാധനങ്ങളാണ്. ഇതെന്തായിരിക്കും? എന്തോ സോൾജിയർ അല്ലേ? ഡോൾസ്. ഗ്ലാസ് ഉണ്ടോ? ഇതൊരെണ്ണം മേടിച്ച് വീട്ടിൽ കൊണ്ട് നമ്മുടെ ഷോ കേസിൽ വെക്കാം. നോക്കിക്കോ, എത്ര രൂപ? ഐ മീൻ എത്ര സ്ലോട്ട്? ഇത് താഴെ കാണും. എന്തൊരു ഭംഗിയല്ലേ, എന്തൊരു രസമുണ്ട് ഈ ഒരു ഫ്രെയിം കാണാൻ. ഡെനിം ജാക്കറ്റ് എനിക്ക് വേണമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് ലേഡീസ് സെക്ഷനാണ്. 79 സ്ലോട്ട്. 59. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ. പക്ഷേ ഇതിനകത്ത് തന്നെ നല്ല വിൻറ്റർ ജാക്കറ്റ്സും ഇതുണ്ട്. നല്ല ക്യൂട്ട് ബാഗ് അല്ലേ? ഇതിന് ഇടുമായിരുന്നെങ്കിൽ അവന് മേടിക്കായിരുന്നല്ലേ. പക്ഷെ എത്ര രൂപ? 60 രൂപയ്ക്കുള്ള ബാഗ് ഇടാനുള്ള പ്രായം ആയിട്ടില്ല 60 സ്ലോട്ടേക്ക്. ലെറ്റ്സ് സീ, നമുക്ക് ഇവിടെ നല്ല ഡ്രസ്സ് എന്തെങ്കിലും ഇതിനോട് കിട്ടുമെന്ന്. നമ്മളങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. ഇപ്പം നമ്മൾ ഇതിൽ കൊട്ട ഒരു നല്ല ഷൂസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി കൺഫ്യൂഷനാണ്, ഇത് വേണോ ഇത് വേണോ എന്നുള്ളത്. ഏതെടുക്കാം? അതും കൊള്ളാമല്ലേ ആക്ച്വലി. ആ ഒരു റേറ്റിന് അത് അടിപൊളിയാണ്. അത് എനിക്ക് തോന്നുന്നു പക്ക ഒരു ബൂട്ട്സ് മോഡലും. ഇത് പക്ഷേ അത്രയല്ല, അത് പക്ക ഒരു വിൻ്റർ ഇതാണെന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം കാഷ്വലാണ്. ലെറ്റ്സ് സീ. നമ്മളിപ്പോൾ കട്ട കൺഫ്യൂഷനാണ്. നമ്മൾ ബ്ലൂ മാറ്റിപ്പോൾ ഇതും മറ്റേത് ഏതൊക്കെ കാണിച്ച് ആണാ? നോക്കട്ടെ, ഷൂ നോക്കട്ടെ. സോ വി ഫൈനലി ഡിസൈഡഡ് ടു ഗോ വിത്ത് ദിസ്. പക്ഷേ ഇതും കൊള്ളായിരുന്നു. ഇതാണ് നമ്മൾ ഷോപ്പിങ്ങിന് വന്നുള്ള പ്രശ്നം. ഇക്കോ എന്ന് പറയും, ഞാനെന്ന് പറയും. റേറ്റ് ഉണ്ടോ? ഓൺലി 500. ഷോപ്പിംഗ് ചെയ്ത് താഴ്ന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും സ്നാക്ക് മേടിച്ചാലോ? ഇതെന്താണ്? ക്രോസോണ്ട് ആണ്, സ്ട്രോബെറി പിസ്താഷ്യോ എല്ലാം ഇതിലുണ്ട്. പക്ഷെ അത് വേണ്ട. സ്ലോട്ടി വേണ്ട. ക്രോസോണ്ട് ഒന്നുമില്ല ഇവിടെ. നോർമൽ 61, 62, 34.
അത് കൊള്ളാമല്ലോ, നല്ല രസമുണ്ട്. പക്ഷെ അതെല്ലാം കഴിക്കാൻ കൊള്ളില്ലേ? അങ്ങനത്തെ സാധനമാണൊക്കെ. ഹായ്, ഇത് ഇപ്പം മിനി കോൺസ്. നട്സാണല്ലോ ഇതിന്. ഇത് ബ്രെഡൊക്കെയാണ്. ചായയോടെ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇതിലതല്ലേ മറ്റേ എള്ളല്ലേ ഇത്? ഫ്ലാക്സ് സീഡ്സും പിന്നെ വേറെ എന്തൊക്കെയാണ്, എന്തോ കുക്കീസാണെന്ന് തോന്നുന്നു. ഇതൊന്നും ഇഷ്ടമല്ല എനിക്ക്. വെള്ളയപ്പം ഒന്നല്ലേ അത്? പോളിഷരുടെ ഇലട. അത് ചോക്ലേറ്റ് വരുന്ന മിൽക്ക് ബണ്ണാണ്. എത്ര രൂപ? 10 സ്ലോട്ടിയാണ്. അതാണ് പ്രോപ്പർ മിൽക്ക് വരുന്നത്. അത് 8 പീസ് 10 സ്ലോട്ടിക്ക് നഷ്ടമാണ്. മറ്റേ അവിടുത്തെ പോലെ ഒന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. സ്വീറ്റ്നെ അല്ല എക്സാക്ട്ലി അത്. ഇതിലൂടെ എവിടെ ഉണ്ട്? അയാൾ പോട്ടെ. ഇവിടെ എതിരക്കുട്ടൻ ട്രോളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു രക്ഷയില്ല. ഷൂലേസ് കഴിഞ്ഞു. റിവേഴ്സ് ഗിയർ വന്നാൽ വീഴും. ഇതിരു പോണ്ടേ? അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ തീർന്നു. നമ്മൾ ബില്ലിട്ടതിന് ശേഷം ആ ഡ്രസ്സിലും ഷൂസിലും ഒക്കെ സെക്യൂരിറ്റി ടാഗ് ഉള്ളത് റിമൂവ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം മിക്കപ്പോഴും എനിക്കത് മറന്നു പോകും. ആൻഡ് പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് വീണ്ടും വരേണ്ടി വരും അത് അവരെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിക്കാൻ. ആൻഡ് നമ്മൾ ഒറ്റയ്ക്ക് ഇത് റിമൂവ് ചെയ്യാനൊക്കെ നോക്കിയാൽ കുറേ ഹാക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയാലും വർക്കൗട്ട് ആവില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു അബദ്ധം ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. അതാ കഴിക്കുന്ന നമ്മളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതിരി കുട്ടീനൊന്ന് ടയർഡായി. നമ്മളൊരു സ്നാക്ക് ബ്രേക്ക് എടുക്കുന്നല്ലേ ഇതിരു? കഴിച്ചു? വാ പോവാം. പോവാം ബാ. എടാ അത് സ്ലൈഡ് അല്ലതാ. കമാ ലെറ്റ്സ് ഗോ. ഇതിരു വാപ്പച്ചി വഴക്ക് പറയും ബാ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തിറങ്ങിയപ്പോൾ ഇപ്പോൾ ഒരു 4:30 മണിയായിട്ടുള്ളൂ. കഴിഞ്ഞ വീട്ടിലോട്ട് കയറിയപ്പോൾ നേരത്തെ തന്നെ ഒരു 4 വിൻറ്റർ ഈസ് ഹിയർ. ആ സ്നോഫോൾ വരുമ്പോൾ നമുക്ക് പറയാം. സോ 4-4:30 ആകുമ്പോൾ തന്നെ ഈ ഒരു ഇരുട്ട് വീഴും. നമുക്കിനി പെട്ടെന്ന് നടന്നു പോകാം. ഇപ്പോൾ പോയതിന് ആക്ച്വലി ഇന്ന് ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി നല്ലതാണ്. സോ നമുക്ക് നടന്നു പോകാവുന്നതേ ഉള്ളൂ. വെറുതെ ട്രാമിൽ പോകേണ്ട ആവശ്യമില്ല അല്ലേക്കാ? അവിടെയായിരുന്നു നമ്മൾ പോയ മോള്. അതിന് നേരെ ഓപ്പോസിറ്റ് അല്ല, ഈ സൈഡിൽ ഇവിടെ നമുക്ക് സിനിമ സിറ്റി ഉണ്ട്. ഇതിനകത്ത് മലയാള സിനിമ എപ്പോഴെങ്കിലും ഡിസ്പ്ലേ വന്നിട്ടുണ്ടേക്കാ? എന്തെങ്കിലും ഒരു ഇച്ചിരി കൂടെ വലുതാകുമ്പോൾ ഒരു സിനിമ ഒന്ന് കാണണം ഇവിടെ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സിഗ്നലാണ്. 1 മണിക്കൂർ എടുക്കും കൂടെ ഒന്ന് സിഗ്നൽ ചേഞ്ച് ആവാൻ. ആക്ച്വലി ക്യാമറയിൽ നല്ല രീതിയിൽ അത് ക്യാപ്ചർ ആവില്ല. മൂണേ കാണാൻ പറ്റുന്നില്ലായിരിക്കും ചിലപ്പോൾ. സോ നമ്മൾ ഏകദേശം വീടെത്താറായി ഗൈസ്. ഇതിരിക്കുട്ടനെ സവാരിയായി ഞാൻ അല്ലേ ഇതിരു? ഇതിരിക്കുട്ടൻ പമ്മ ഇരിക്കുന്നുണ്ട് എന്നെ തോളിൽ കയറി. ഇതിരോ എന്ത് പറ്റി? ഇതില് ട്രാമൊക്കെ ഇരുന്ന് നോക്കാണ്. മണി 5 ആൻഡ് ഇരുട്ട്. ഞങ്ങളിപ്പോൾ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഇന്നലെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് അവർ പറയുന്നത് ഡെലിവറിക്ക് വന്നപ്പോഴത്തേക്കും ഡെലിവറി ചെയ്യാൻ വന്നപ്പോൾ നമ്മളാരും റിസീവ് ചെയ്തില്ലെന്നാണ്. സോ ഇവിടെ അടുത്തൊരു സാപ്ക ഉണ്ട്, അവരവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാം.
നമ്മൾ വീടെത്താറായപ്പോൾ വീടല്ല സാപ്ക്ക് എത്താറായപ്പോഴത്തേക്ക് ഇതിരിക്കുട്ടൻ ഇറങ്ങി. അങ്ങനെ അവൻ്റെ സ്ട്രോളർ നമ്മൾ കിടത്തി. സാപ്ക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ആ സാപ്കയിലായിരിക്കും ഞങ്ങൾ വരണ്ടേ. ഓക്കെ, അത് തന്നെ സാപ്ക നമ്മുടെ ഔദ്ര സൺസ്പെത് 13. സോ ഇക്ക പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും കൂടെ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യണേ. അങ്ങനെ ഇക്ക നമ്മുടെ കൊറിയർ മേടിച്ചിട്ട് ഇതാ വരുന്നു. അവിടെ തന്നെ ഒരു ഷോപ്പിലാണ്. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർ ഷോപ്പിൽ കൊടുത്തിരിക്കുന്നത്. എന്താ പറഞ്ഞേ? അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയാ? അതിൻ്റെ അകത്ത് ബോക്സ് ഉണ്ടോ? ഓ അങ്ങനെ. ഇതായിരുന്നു നമ്മുടെ പാർസൽ. ഇതിനെ കൊണ്ട് ഞാൻ ഈ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ ബോട്ടത്തിൻ്റെ പോട്ടി ട്രെയിനിങ് പാൻസ് ഇല്ലേ, അതായത് അണ്ടർവെയർ പോയിട്ട് ഇവിടുന്ന് ഞാൻ ഒരെണ്ണം ഓൺലൈനിൽ വരുത്തിയതായിരുന്നു. നോട്ട് ബാഡ്. ഇതിന് പോട്ടി ട്രെയിൻ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു 3 എണ്ണം ഞാൻ അത്യാവശ്യം നല്ലൊരു ഓഫറിൽ എനിക്ക് കിട്ടി. സോ ഇതന്നെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം എങ്ങനെയാണുള്ളതെന്ന്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കൊറിയർ. ആൻഡ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഒരു കുട്ടി വ്ളോഗായിരുന്നു. ഞങ്ങളൊന്ന് പുറത്ത് പോയി ഷോപ്പിംഗ് ഒരു ടൈം സ്പെൻഡ് ചെയ്തൊരു വ്ളോഗ്. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അതിന് മുന്നേ ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇത് ഞങ്ങൾ അവിടെ കാരിഫോണിൻ്റെ അകത്തുനിന്ന് മേടിച്ചതായിരുന്നു. ഇതിൽ കൂടെ ഇത് ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇത് ഒരു നമ്മുടെ ബൺ പോലത്തെ ക്രീം ബൺ ഇല്ലേ, അതിൻ്റെ ഒരു വേരിയൻ്റ് ആണെന്ന് പറയാം. മുകളിൽ ഇത് ഷുഗർ ആണെന്ന് തോന്നുന്നു, ഷുഗർ സിറപ്പ് ആവണം. ഞാൻ ഇത് ഒടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ജാം ഫില്ലിങ് വരും. നല്ലതാണ്. പക്ഷേ ഇതിനേക്കാളും എനിക്ക് നല്ലത് എൻ്റെ ഒരു ഷോർട്സ് വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, നമ്മുടെ ക്രീം ബന്ന് പോലെ ഏകദേശം സാമ്യമുള്ള അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇന്നത്തെ വീഡിയോ വൈകിട്ട് ഈ ജാമിനൊരു മറ്റേ റോസ് വാട്ടർ ഇല്ലേ, അതിൻ്റെ ഒരു ഫ്ലേവർ. കുഴപ്പമില്ല, മേടിച്ചതാണ്, കളയാൻ പറ്റില്ല, നമുക്ക് കഴിക്കണം. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വ്ളോഗ് വരുന്നവരെ ബൈ ബൈ.